വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ ബയോളജിയുടെ ഇതിന് മുന്നേ നമ്മളൊരു ക്ലാസ് പോയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ്സിനെ പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വിറ്റാമിൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. നമ്മുടെ ബോഡിയിൽ നമുക്ക് ബോഡിക്ക് വേണ്ടുന്ന ഏതൊക്കെ വിറ്റാമിൻസ് ആണ്, ഏതൊക്കെ ടൈപ്പാണ്, ഇനി വിറ്റാമിൻസ് എന്തെങ്കിലും ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്, ഓക്കെ, അതിനെയൊക്കെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫുഡായിട്ട് എടുക്കുമ്പം മെയിനായിട്ട് ഫുഡിൽ നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റാമിൻ, മിനറൽസ്, വാട്ടർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഫുഡായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ഇതിൽ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രോട്ടീൻസ് ആണെങ്കിൽ നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോട്ടീൻസ് കൺസ്യൂം ചെയ്യുന്നത്. വിറ്റാമിൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാണ്ട് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? വിറ്റാമിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങാനും ഈ വിറ്റാമിൻസ് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും കുറവോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെന്താണ്? ഡിസീസ് ആയിട്ടായിരിക്കും നമ്മൾ കാണിക്കുക. ഓക്കെ, അപ്പം വിറ്റാമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ബോഡിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ വിറ്റാമിൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വിറ്റാമിൻ എന്ന് പറയുന്ന വാക്ക്, ആ ടേം കോയിൻ ചെയ്തത്, ആ ടേം കോയിൻ ചെയ്ത് വിറ്റാമിൻ എന്ന് പറയുന്ന ആ ഒരു പേര് കോയിൻ ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസിമിർ ഫങ്ക് എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, കാസിമിർ ഫങ്ക് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു ടേം വിറ്റാമിൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ടേം കൊണ്ടുവന്നത്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ഈ ഒരു വിറ്റാമിൻ എന്ന് പറയുന്നത് മെയിൻലി രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഫാറ്റ് സോലുബിൾ ഉണ്ട്, വാട്ടർ സോലുബിൾ ഉണ്ട്. ഫാറ്റ് സോലുബിൾ എന്ന് പറഞ്ഞാൽ ഫാറ്റിൽ ഡിസോൾവ് ആവുന്നത്. അപ്പോൾ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഫാറ്റ് സോലുബിൾ. വാട്ടർ സോലുബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ വഴിയൊക്കെ എന്ത് ചെയ്യണം, നമ്മളിതിപ്പോൾ ഫുഡ് വഴി എടുത്താലും ഇത് യൂറിൻ വഴി അങ്ങ് റിലീസായി പോകുന്നതാണ് വാട്ടർ സോലുബിൾ വിറ്റാമിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം, വിറ്റാമിൻസ് മിക്കുള്ള വിറ്റാമിൻസ് നമ്മളിവിടെ കുറേ വിറ്റാമിൻസ് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ വിറ്റാമിൻസിൽ മിക്കതും നമ്മൾ ഫുഡ് വഴി എക്സ്റ്റേണലി നമ്മുടെ ബോഡിയിലോട്ട് നമ്മൾ ഫുഡായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാണ്ട് നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന എല്ലാ വിറ്റാമിൻസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ബോഡിക്ക് സ്വന്തമായിട്ട് വിറ്റാമിൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല ഈ പറയുന്ന എല്ലാ വിറ്റാമിൻസും. ഓക്കെ, എന്നാൽ ഒന്ന് രണ്ട് വിറ്റാമിൻസ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ പുറമേ നമ്മൾ ഫുഡായിട്ടാണ് ഈ വിറ്റാമിൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ പ്രൊവൈഡ് ചെയ്യുന്ന വിറ്റാമിൻസ് രണ്ട് ടൈപ്പ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഫാറ്റ് സോലുബിളും ഉണ്ട്, വാട്ടർ സോലുബിളും ഉണ്ട്. ഫാറ്റ് സോലുബിളിൽ വരുന്നതാണ് ADEK. ഓക്കെ, ഫാറ്റ് സോലുബിളിൽ നിങ്ങൾ അടക്കെന്ന് പറഞ്ഞ് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഫാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫാറ്റ് കേടായി പോയി, അപ്പോൾ ഫാറ്റ് KEDE. നിങ്ങൾ ഓൾറെഡി അടക്കെന്നാണ് കുഞ്ഞിലേ പഠിച്ചു വെച്ചെങ്കിൽ അത് മതി. അല്ല, നിങ്ങൾ പുതുതായിട്ട് ആണ് നിങ്ങളിത് പഠിക്കുന്നത്, ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഫാറ്റ് കേടായി പോയി, ആ ഒരു രീതിയിൽ ഫാറ്റ് കേടാന്ന് ഓർത്തിരുന്നത് KEDE, അല്ലെങ്കിൽ അടക്കം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ നോർമലി അടക്കാണ് പറയുന്നത്, അതുകൊണ്ട് ADEK വെച്ചിട്ട് ഫാറ്റ് സോലുബിൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി വാട്ടർ സോലുബിളിന് നമുക്ക് എളുപ്പമായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് WBC എന്ന് ഓർത്തിരിക്കുക. WBC എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള ഒരു സെല്ലാണ് WBC, വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയും. ഓക്കെ, ചുമ്മാ നമ്മളൊരു കോഡ് പോലെ അത് ഓർത്തിരിക്കുവാണ്. ഇതിൽ W എന്ന് പറയുന്ന വാട്ടർ ആണ്, Bയും Cയും വിറ്റാമിൻസ് ആണ്, വിറ്റാമിൻ Bയും വിറ്റാമിൻ Cയും. പക്ഷേ വിറ്റാമിൻ B എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി വിറ്റാമിൻസ്, 8ഓളം വിറ്റാമിൻസ് വിറ്റാമിൻ Bൻ്റെ അകത്ത് തന്നെയുണ്ട്. ഓക്കെ, അത് 8 നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഉള്ളതാണ് ആര്? നമ്മുടെ വിറ്റാമിൻ C. ഇത്രയും വരുന്നതാണ് നമ്മുടെ ബോഡിയിലുള്ള ടോട്ടൽ വിറ്റാമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റ് സോലുബിളിൽ നമുക്ക് 4 പേരെ പഠിക്കാനുണ്ട്, ADEK പഠിക്കാനുണ്ട്. വാട്ടർ സോലുബിളിൽ നമുക്ക് എന്താണ്? വിറ്റാമിൻ C, അത് കൂടാണ്ട് B കോംപ്ലെക്സ് എന്ന് വെച്ചാൽ നമ്മുടെ B വിറ്റാമിൻ ഒരു 8 കൂടെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഇവരുടെ കെമിക്കൽ നെയിംസ് ഒന്ന് നോക്കുവാണ്. വിറ്റാമിൻ എയുടെ നെയിമാണ് റെക്റ്റിനോൾ, ഡിയുടെ കാൽസിഫറോൾ ആണ്, ഇയുടെ ടോക്കോഫെറോളും
കെയുടെ ഫില്ലോക്വിനോണും ആണ്. ഓക്കെ, അപ്പോൾ എ റെക്റ്റിനോൾ ആണ്, ഡി കാൽസിഫറോൾ, ഇ ടോക്കോഫറോൾ, കെ ഫില്ലോക്വിനോൺ. ഓക്കെ, ഇനി ബാക്കിയുള്ളവരുടെ ഈ സ്ലൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കെ സിയുടെ ഇവിടെ കൊടുത്തിട്ടില്ല, സിയുടെ ഞാൻ പറയുവാണ് അസ്കോർബിക് ആസിഡ്. ഓക്കെ, സിയുടെ കെമിക്കൽ നെയിം ആണ് എന്ത്? അസ്കോർബിക് ആസിഡ് എന്ന് പറയും. ഓക്കെ, B1ന്റെ കെമിക്കൽ നെയിം ആണ് തൈമിൻ, B2യുടെ റൈബോഫ്ലാവിൻ, B3യുടെ നിയാസിൻ, B5യുടെ പാൻറ്റോതെനിക് ആസിഡ്, B6 പിറിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഒന്നിൽ ഫോലേറ്റ് എന്ന് വായിക്കുക അല്ലെങ്കിൽ ഫോലിക് ആസിഡ്, B12 കൊബാലമിൻ. ഓക്കെ, ഇത്രയും വിറ്റാമിൻസ് ആണ്. ഒന്നുകൂടെ പറയാം, എ റെക്റ്റിനോൾ, ഡി കാൽസിഫറോൾ, ഇ ടോക്കോഫറോൾ, കെ ഫില്ലോക്വിനോൺ. ഓക്കെ, അതേപോലെ സി അസ്കോർബിക് ആസിഡ്, ബി 8 എണ്ണം ഉണ്ട്. ഓക്കെ, ബി നോക്കി 1 2 3 4 ഇല്ല, 5 6 7 8 ഇല്ല, 9 പിന്നെ 10 11 ഇല്ല, പിന്നെ 12 ആണ് ഉള്ളത്. ഓക്കെ, 1 2 3 4 ഇല്ല, 5 6 7 8 ഇല്ല, 9 പിന്നെ 10 11 ഇല്ല, 12. ഓക്കെ, അപ്പോൾ B1ന്റെ പേരാണ് തൈമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിറിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോലിക് ആസിഡ്, B12 കൊബാലമിൻ. ഓക്കെ, ഇത്രയും വിറ്റാമിൻസ് ആണ് നമ്മുടെ ബോഡിക്ക് വേണ്ടുന്നത്. ഓക്കെ, ഇനി ഓരോരുത്തരെ പറ്റി നമ്മൾ പറയാൻ വേണ്ടി പോവുകയാണ്. വിറ്റാമിൻ എ ഓൾറെഡി സയൻറ്റിഫിക് നെയിം നമ്മൾ എന്താണെന്ന് നോക്കി, റെക്റ്റിനോളാണ്. ഓക്കെ, വിറ്റാമിൻ എ മെയിൻലി വേണ്ടുന്നത് നമ്മുടെ വിഷൻ അതേപോലെ സ്കിന്നിനൊക്കെയാണ്. മെയിനായിട്ട് നിങ്ങൾ ഓർത്തിക്കേണ്ട വിഷനാണ്. ഓക്കെ, നമ്മുടെ കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, അപ്പം എങ്ങാനും വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എന്തായാലും അസുഖം വരിക. ഓക്കെ, നമ്മുടെ വിറ്റാമിൻ എ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു പിഗ്മെൻ്റ് ഉണ്ട്. ആ പിഗ്മെൻ്റിൻ്റെ പേരാണ് റോഡോപ്സിൻ. ഓക്കെ, ഈ റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിലെ തന്നെ റോഡ്സ് എന്ന് പറയുന്ന സെൽസാണ്. ഓക്കെ, നമ്മുടെ കണ്ണില് റെക്റ്റിന, ഏറ്റവും കണ്ണിന് 3 ലെയേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറാണ് റെക്റ്റിന എന്ന് പറയുന്നത്. ഓക്കെ, ഈ റെക്റ്റിനയിലകത്താണ് സെൻസറി സെല്ലുകൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് എന്തിനു വേണ്ടിയിട്ടാ? ലൈറ്റ് സെൻസ് ചെയ്യാനല്ലേ. അപ്പം ലൈറ്റ് സെൻസ് ചെയ്യാൻ വേണ്ടിയുള്ള സെൻസറി സെൽസ് ഉള്ളത് റെക്റ്റിനയിലാണ്. 2 സെൻസറി സെൽസ് ആണ് ഉള്ളത്, 2 ടൈപ്പ്. ഓക്കെ, റോഡ്സും പിന്നെ കോൺസും. അപ്പോൾ കോൺസ് ഞാനിവിടെ പറയുന്നില്ല. റോഡ്സ് ഡാർക്ക് വിഷനും കോൺസ് ബ്രൈറ്റ് വിഷനും വേണ്ടി, ബ്രൈറ്റ് മീൻസ് കളർ വിഷനും വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇരുട്ടുള്ളപ്പോൾ നമുക്ക് ചുറ്റുമുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റത്തില്ലേ, അതിന് സഹായിക്കുന്ന റോഡ്സാണ്. പിന്നെ വെളിച്ചമുള്ള സമയത്ത് പല കളറുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ കോൺസാണ്. ഓക്കെ, അപ്പം ഈ റോഡ്സ് റിലീസ് ചെയ്യുന്ന ആ പിഗ്മെൻ്റ് ആണ് റോഡോപ്സിൻ. ഈ റോഡോപ്സിൻ ഉണ്ടാവണമെങ്കിൽ വിറ്റാമിൻ എ വേണം. വിറ്റാമിൻ എ ഇല്ലെങ്കിൽ റോഡോപ്സിൻ ഉണ്ടാവത്തില്ല. റോഡോപ്സിൻ ഉണ്ടായില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇരുട്ടാകുമ്പോൾ പോലും നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ. ആ അസുഖത്തിനെയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ടാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് വരുന്നത്. സത്യത്തിൽ എൻ്റെ ഉള്ളിൽ എന്താ കാരണം? വിറ്റാമിൻ എ ഉണ്ടെങ്കിൽ റോഡോപ്സിൻ ഉണ്ടാവുള്ളൂ. റോഡോപ്സിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് വിഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, റോഡോപ്സിൻ ഇല്ലെങ്കിൽ ഡാർക്ക് വിഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് പറയാം. അതേപോലെ തന്നെ ഒരു അസുഖമാണ് സീറോഫ്താൽമിയ. സീറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ കണ്ണിന് എപ്പോഴും ഒരു വെള്ളം നനവുണ്ട്. ഓക്കെ, പക്ഷേ ഇങ്ങനെ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നല്ല രീതിയിൽ ഡ്രൈ ആവുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻലി കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എപ്പോഴും വിറ്റാമിൻ എനെ പറയുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സീറോഫ്താൽമിയാണ് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് വരിക. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ നോക്കുന്നത് ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള എ, ഡി, ഇ, കെ വിറ്റാമിൻസിനെ പറ്റിയാണ് ഫസ്റ്റ് നോക്കുന്നത്. അതിന് ശേഷം അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ വാട്ടർ സോലുബിളിലെ സിയും ബിയും നോക്കും, അല്ലെങ്കിൽ ബിയും സിയും നോക്കും. ഓക്കെ, അപ്പോൾ എ നമ്മൾ പറഞ്ഞു. അടുത്തത് ഡി, വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിൻ്റെ കെമിക്കൽ നെയിം നമ്മൾ അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം ഓൾറെഡി നമ്മൾ നോക്കി, കാൽസിഫറോളാണ്. ഓക്കെ, ഈ വാക്കിൽ തന്നെ ഉണ്ട് കാൽസി. കാൽസി എന്ന് പറയുമ്പോൾ കാൽഷ്യം. ഓക്കെ, നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ കാൽഷ്യം അബ്സോർപ്ഷൻ നടത്തി നമ്മുടെ ബോണും നമ്മുടെ ടീത്തും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്നത് നമ്മുടെ വിറ്റാമിൻ ഡി ആണ്. ഓക്കെ,
നമ്മുടെ എല്ലിന് നല്ല ബലം ഉണ്ടാവുക, പല്ലിന് നല്ല ബലം ഉണ്ടാവുക, ഇതിനൊക്കെ സഹായിക്കുന്നത് നമ്മുടെ വിറ്റാമിൻ ഡി ആണ്. ഓക്കെ, അപ്പം വിറ്റാമിൻ ഡിയുടെ കെമിക്കൽ നെയിം ആണ് എന്തെന്ന് പറയുന്നത് കാൽസിഫെറോൾ എന്ന് പറയും. അതേപോലെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ക്ഷീണോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മെയിൻലി ചെക്ക് ചെയ്യാൻ പറയുന്ന വിറ്റാമിൻ ഡി ആയിരിക്കും, അല്ലെങ്കിൽ തൈറോയ്ഡ് ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ എപ്പോഴും ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഹോർമോൺ ബാലൻസ് ഒക്കെ തെറ്റും, ഡിപ്രഷനിലോട്ട് വരെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഹോർമോൺസ് ഫുൾ കൺട്രോൾഡ് ആക്കി വെക്കാൻ വേണ്ടി സഹായിക്കും. ഇനി വിറ്റാമിൻ ഡി നമ്മുടെ ബോഡി തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു മിക്കുള്ള വിറ്റാമിൻസും നമ്മൾ പുറത്തുനിന്ന് കൺസ്യൂം ചെയ്യുവാണെന്ന് പറഞ്ഞു. പക്ഷേ വിറ്റാമിൻ ഡി നമ്മുടെ ബോഡിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. പക്ഷെ ഒരാളുടെ പ്രസൻസ് വേണം, ആര്? സൺ. അതുകൊണ്ട് തന്നെ സണ്ണിൻ്റെ പ്രസൻസിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ വിറ്റാമിൻ ഡിനെ അറിയപ്പെടുന്നതാണ് സൺഷൈൻ വിറ്റാമിൻ. അത് മാത്രമല്ല നമ്മുടെ ഹോർമോൺസ് എല്ലാം ബാലൻസ്ഡ് ആയി വെക്കാനും വിറ്റാമിൻ ഡി ആണ് സഹായിക്കുന്നത്. അതുകൊണ്ട് ഹോർമോൺ വിറ്റാമിൻ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരാൻ നേരത്ത് കുട്ടികളുടെ ചില കൊച്ചുങ്ങളുടെ കാല് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാലിങ്ങനെ റാ പോലെ വളഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അതിനെയാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇത് അഡൽസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അഡൽസിൽ അപ്പോൾ റിക്കറ്റ്സ് എന്നല്ല പറയുന്നത്, ഓസ്റ്റിയോമലേഷ്യ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം വിറ്റാമിൻ ഡിൻ്റെ പേരാണ് കാൽസിഫെറോൾ. സൺഷൈൻ വിറ്റാമിൻ, ഹോർമോൺ വിറ്റാമിൻസ് ഒക്കെ അറിയപ്പെടുന്നു. ഡെഫിഷ്യൻസി കൊണ്ടിട്ട് കുട്ടികളിൽ വരുന്ന റിക്കറ്റ്സും അഡൽറ്റിൻ്റെ കേസിൽ നമ്മൾ ഓസ്റ്റിയോമലേഷ്യ എന്നും പറയും. ഓക്കെ, അടുത്തത് വിറ്റാമിൻ ഇയും കെയും ആണ്. ഈയുടെ നമ്മൾ കെമിക്കൽ നെയിം ഓൾറെഡി നോക്കി, ടോക്കോഫെറോൾ ആണ്. വിറ്റാമിൻ ഇയും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഒരു ഗ്രീൻ ടാബ്ലറ്റ് പോലെയൊക്കെ കിട്ടും, അതിൻ്റെ അകത്ത് ഉണ്ട് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത്. അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്, ഹെയർ അപ്ലൈ ചെയ്യാറുണ്ട്, ചിലവർ കൺസ്യൂമും ചെയ്യാറുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഹെയർ നല്ല ഗ്ലോ ചെയ്യാൻ, സ്കിൻ ഗ്ലോ ചെയ്യാൻ, ഹെയർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇതിനൊക്കെ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. ഇനി സെക്ഷലി നല്ല ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി നമ്മുടെ സെക്സ് ഓർഗൻസ് ഒക്കെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഗ്ലാൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നത് വിറ്റാമിൻ ഇ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ റീപ്രൊഡക്റ്റീവ് വിറ്റാമിൻ എന്നും ഇതിനറിയപ്പെടുന്നുണ്ട്. അപ്പം ബ്യൂട്ടി വിറ്റാമിനും റീപ്രൊഡക്റ്റീവ് വിറ്റാമിൻ എന്നും അറിയപ്പെടുന്നത് നമ്മുടെ വിറ്റാമിൻ ഇ ആണ്. ഓക്കെ, അതേപോലെ ഹെയറും സ്കിന്നും ഒക്കെ നല്ല ഹെൽത്തി ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കും. ഡെഫിഷ്യൻസി വന്നാൽ നേരെ ഓപ്പോസിറ്റ്, സ്കിന്ന് ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ സ്കിന്ന് എന്താവും? ഡള്ളാവും. റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റെറൈലാവും, കുട്ടികൾ ഉണ്ടാവില്ല. ഓക്കെ, സ്റ്റെറിലിറ്റി ഉണ്ടാവും. ഇതാണ് വിറ്റാമിൻ ഇയുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് വരിക. ഓക്കെ, അടുത്തത് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ കെമിക്കൽ നെയിമാണ് ഫില്ലോക്വിനോൺ എന്ന് പറയും. വിറ്റാമിൻ കെ വേണം നമ്മുടെ ബ്ലഡിൽ ബ്ലഡ് ക്ലോട്ട് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ വിറ്റാമിൻ കെയും നമ്മുടെ ബോഡി സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഇൻറ്റസ്റ്റൈനിലൊക്കെ ഉള്ള ബാക്ടീരിയകൾ വിറ്റാമിൻ കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ബോഡിയിൽ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ കെ എന്ന് പറയുന്നത്. ഡിയും നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ കെ വേണം നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് പറയാം? നമ്മുടെ ബോഡിയിൽ ബ്ലീഡിങ് സംഭവിക്കും. ഓക്കെ, ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കും. ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യത്തില്ല, നിൽക്കാതെ ബ്ലഡ് പോകും, ബ്ലഡ് ലോസ് ആവും. അതാണ് ബ്ലീഡിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ എ ഡി ഇ കെ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ ഫാറ്റ് സോലുബിൾ നമ്മൾ എല്ലാവരെയും പറഞ്ഞു. ഓക്കെ, അടുത്തത് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർ സോലുബിൾ ആണ്. വാട്ടർ സോലുബിളിൽ ആദ്യം ഞാൻ സി പറയണം, കാരണം ബി 8 പേരോളം ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് അങ്ങ് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ സി ഞാൻ പറയുകയാണ്. ഓക്കെ, സിയുടെ സയൻറ്റിഫിക് നെയിം എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. സി ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് സിട്രിക് ആസിഡ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സിലാണ്. ലെമണ്, ഓറഞ്ച് ഇങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വിറ്റാമിൻ സിനെ കാണാൻ പറ്റുന്നത്. അതേപോലെ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്കേനെയാണ് അംല അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഗൂസ്ബെറി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നെല്ലിക്കയാണ്. നെല്ലിക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? വിറ്റാമിൻ സി ആണ്. ഓക്കെ, ഇനി ഈ നെല്ലിക്ക നമ്മൾ എടുത്തിട്ട് അത്യാവശ്യം അതിനെ പീൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നല്ല രീതിയിൽ പീൽ ചെയ്ത് വാഷ് ചെയ്ത് എടുക്കുകയാണ്. കുറച്ച് വിറ്റാമിൻ സി എസ്കേപ്പ് ആവും.
ഇനി ഈ നെല്ലിക്കേനെ നമ്മൾ എടുത്തിട്ട് ഇപ്പം അച്ചാർ ഇടാണെങ്കിൽ അച്ചാർ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിനെ വേവിക്കുവാണെന്ന് വിചാരിക്കും, അതിലുള്ള ബാക്കിയുള്ള വിറ്റാമിൻ സി കൂടെ എന്ത് ചെയ്യും, കുറച്ചുകൂടെ എസ്കേപ്പ് ചെയ്തങ്ങ് പോകും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. ഓക്കെ, ചൂട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, ഇത് എസ്കേപ്പ് ചെയ്തങ്ങ് പോകും. ഓക്കെ, അതുപോലെ തന്നെ വെരി ലയബിൾ, ഈസിലി ഡിസ്ട്രോയ് ഡ്യൂറിങ് കുക്കിംഗ് ആസ് വെൽ ആസ് സ്റ്റോറേജ്. നമ്മൾ ഒത്തിരി നാൾ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും ഈ വിറ്റാമിൻ എന്ത് ചെയ്യുന്നുണ്ട്, എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഈ വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് വരുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത്, സ്കർവി എന്ന് പറയുന്നത്. സ്കർവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗമ്മ് അത്യാവശ്യം നല്ല ഉറച്ചതല്ലേ, പല്ല് ഉറച്ചിരിക്കുമല്ലേ, അതിൽ വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഈ പല്ല് ഈ ഗമ്മിലിരുന്ന് ഒലയും. അത് മാത്രമല്ല, ഗമ്മിൽ ഇപ്പം ജസ്റ്റ് ഗമ്മിൽ ടച്ച് ചെയ്താൽ മതി, ഇവിടുന്ന് പൊട്ടി എന്ത് ചെയ്യും, ബ്ലഡ് വരും. നോർമലി നമ്മൾ ബ്രഷൊക്കെ ചെയ്യുമ്പോൾ നോർമലായിട്ട് ജസ്റ്റ് ഇങ്ങനെയൊക്കെ വരുന്നു, ബ്ലഡൊക്കെ വരും. അല്ലാണ്ട് തൊടുമ്പോൾ തന്നെ അങ്ങ് ഇവിടുന്ന് ഫുൾ ബ്ലീഡിങ് ഒക്കെ സംഭവിക്കും. ഓക്കെ, അത്ര എന്താണ് ഹെൽത്തി അല്ലാണ്ട് മാറും നമ്മുടെ ഗംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ബ്ലീഡിങ് ആയിട്ടുള്ള ഗംസ്, അല്ലെങ്കിൽ നമ്മുടെ പല്ല് അവിടെ നിന്ന് ഒലയുന്നത്, ഇതൊക്കെ ഏത് അസുഖമാണ്, സ്കർവി എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് വരുന്നതാണ് എന്ത്, സ്കർവി. വിറ്റാമിൻ സിയുടെ കെമിക്കൽ നെയിമാണ് എന്തെന്ന് പറയുന്നത്, അസ്കോർബിക് ആസിഡ്. നമ്മുടെ നെല്ലിക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണെന്നൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്, വിറ്റാമിൻ സി ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന വിറ്റാമിൻ ബിനെ പറ്റിയാണ്. വിറ്റാമിൻ ബിയിൽ 8ഓളം വിറ്റാമിൻസ് ഉണ്ട്. ഓക്കെ, B1ന്റെ കെമിക്കൽ നെയിം നമ്മൾ ഓൾറെഡി നോക്കി, തയമിനാണ്. ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് വരുന്നതാണ് ബെറി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ റെഡ് കളർ ഇങ്ങനെ റാഷസ് ഒക്കെ ആവുക, നമ്മൾ ക്ഷീണം, തളർച്ച, ആ ഒരു രീതിയിൽ കാണാൻ പറ്റുന്ന അസുഖമാണ് ബെറി എന്ന് പറയുന്നത്. ഓക്കെ, B2നെ പറയുന്നതാണ് റൈബോഫ്ലാവിൻ. ഓക്കെ, ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് വരുന്നതാണ് അരിബോഫ്ലാവിനോസിസ് എന്ന് ഓർത്ത് വയ്ക്കുക. അരിബോഫ്ലാവിനോസിസ്, റൈബോഫ്ലാവിന് ഫ്രണ്ടിൽ ഒരു എ ഇടുക, ഇതിനെ OSIS, അരിബോഫ്ലാവിനോസിസ്. ഓക്കെ, ഇതെന്തോ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ട് പൊട്ടുക, അതേപോലെ പാദം ഉണ്ടല്ലോ, നമ്മുടെ ഫൂട്ട് ഇങ്ങനെ വെടിച്ച് കീറിയിരിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചുണ്ട് പൊട്ടുക, പാദം പൊട്ടുക, അതുപോലെ ടങ്ങിൽ റെഡിനെസ് വരിക, ഇതൊക്കെയാണ് അരിബോഫ്ലാവിനോസിസ് എന്ന് പറയുന്നത്. അപ്പം റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വിറ്റാമിൻ B2ന്റെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് നമുക്ക് വരിക എന്തായിരിക്കും, അരിബോഫ്ലാവിനോസിസ് ആയിരിക്കും. ഓക്കെ, B3 ആണ് നിയാസിൻ. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഒത്തിരി സെറംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിയാസിനമൈഡ്, റെക്റ്റിനോള്, സിട്രിക് ആസിഡ് അല്ല, എന്തുവാ, നമ്മുടെ വിറ്റാമിൻ സിയുടെ ഇതൊക്കെ നമ്മൾ ഒത്തിരി കാണുന്നതാണ്. ആ നിയാസിനമൈഡ് തന്നെ ഈ നിയാസിൻ. ഓക്കെ, അപ്പം ആ ഒരു നിയാസിൻ ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് വരുന്നതാണ് പെല്ലഗ്രേ. പെല്ലഗ്രയിൽ നമുക്ക് സിംറ്റംസ് ആയിട്ട് കാണാൻ പറ്റുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെർമറ്റൈറ്റിസ് ഉണ്ട്. ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനും അസുഖങ്ങളുമാണ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതേപോലെ കാണാൻ പറ്റുന്നതാണ് ഡയേറിയ. എന്ന് പറഞ്ഞാൽ എന്താണ്, വയറിളക്കം പ്രശ്നങ്ങൾ. പിന്നെ ഉള്ളതാണ് ഡെമൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറവി രോഗം. ഇതൊക്കെയാണ് നമുക്ക് പെല്ലഗ്രയിൽ സിംറ്റംസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പോൾ B1ന്റെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് ബെറി, B2യുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് അരിബോഫ്ലാവിനോസിസ്, B3യുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് വരുന്നത് പെല്ലഗ്രേ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ 4 ഇല്ലല്ലോ, പിന്നെ 5ഉം 6ഉം 7ഉം ആണുള്ളത്. 5ന്റെ പേര് എന്താണ്, പാൻറ്റോതെനിക് ആസിഡ്. 5ന്റെ ഡെഫിഷ്യൻസി കൊണ്ടിട്ടാണ് നമ്മുടെ ഹെയർ വൈറ്റൻ ആവുന്നത്. ഇപ്പം നമുക്ക് അറിയാം, നമുക്ക് മിക്കമുള്ളവരുടെ ഹെയർ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, നരയ്ക്കുന്നുണ്ട്. ജനറ്റിക് പരമായിട്ട് വരാം, പക്ഷെ അല്ലാണ്ടാണെങ്കിൽ അത് വിറ്റാമിൻ B5ന്റെ ഡെഫിഷ്യൻസി കൊണ്ടിട്ടായിരിക്കും അത് വരിക. ഓക്കെ, ഇനി അടുത്തത് B6നെ പറയുന്ന പേരാണ് പെറിഡോക്സിൻ. ഓക്കെ, ഇവിടുത്തെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് വരുന്നതാണ് വിളർച്ച. ഓക്കെ, എന്താണ്, അനീമിയ, നമ്മൾ അനീമിക് ആവുക, നമ്മുടെ ബ്ലഡിൽ RBC അല്ലെങ്കിൽ HB ഹീമോഗ്ലോബിൻ കുറഞ്ഞു വരിക. ഓക്കെ, അടുത്തത് B7ന്റെ പേരാണ് ബയോട്ടിൻ. ഓക്കെ, നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ബയോട്ടിൻ. ഇപ്പം ഹെയർ ലോസ് എന്ന് പറയുന്ന പല അസുഖങ്ങളുടെ സിംറ്റംസ് ആയിട്ട് കാണാം. ഇപ്പം വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ടും ഹെയർ ലോസ് ഉണ്ടാവാം. തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹെയർ ലോസ് ഉണ്ടാവാം.
ഓക്കെ. പക്ഷേ B7 ആണ് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ വളരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. B7 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഹെയർ ലോസ് ആവും. അപ്പോൾ ഹെയറുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ B7 എന്ന് പറയും. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ അറിയപ്പെടുന്നതാണ് വിറ്റാമിൻ എച്ച് വിറ്റാമിൻ. വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത്, എച്ച് ഹെയർ ആണ്. ഓക്കെ. വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് നമ്മുടെ B7 ആണ്. ഓക്കെ. ഇനി നമ്മുടെ 9ഉം 12ഉം ആണ് ഉള്ളത്. ഓക്കെ. വിറ്റാമിൻ B9 എന്ന് പറയുന്ന ഫോളിക് ആസിഡ് ആണ്. ഫോളിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് വരുന്നതാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയും. നോർമലി നമ്മുടെ ആർ ബി സിക്ക് ഒരു സൈസും ഷേപ്പ് ഒക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് RBCയുടെ സൈസ് ഭയങ്കരമായിട്ട് വലിയ വലിപ്പത്തിന് RBCs ഉണ്ടാവും. അപ്പം നമ്മുടെ ബോഡി തന്നെ തെറ്റിദ്ധരിക്കും ഇത് നമ്മുടെ ബോഡിയിലുള്ള സാധനമല്ല, വേറെ എന്തോ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോഡി തന്നെ അതിനെ നശിപ്പിക്കും. ഗ്രാജുവലി നമ്മുടെ ബ്ലഡിലുള്ള RBCയുടെ എണ്ണം കുറഞ്ഞു വരും. അങ്ങനെ നമ്മൾ അനീമിക് ആവും. അതാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ RBCയുടെ സൈസ് വലുതായിട്ട് നമ്മുടെ ബോഡി അതിനെ നശിപ്പിച്ച് നമ്മുടെ ബ്ലഡിലെ RBCയുടെ എണ്ണം കുറയുന്നതാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ. B12 വിറ്റാമിൻ B12 പറയുന്നതാണ് സൈനോകൊബാലമീൻ. ഓക്കെ. അല്ലെങ്കിൽ കൊബാലമീൻ എന്നും പറയാം. ഓക്കെ. ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് വരുന്നതാണ് പെർണീഷ്യസ് അനീമിയ. ഓക്കെ. ഇപ്പം ഇത് ഈ ഒരു വാക്ക് സൈനോ അല്ലെങ്കിൽ കൊബാലമീൻ എന്ന് പറഞ്ഞാലും മതി. കൊബാലമീനിൽ നിങ്ങൾക്ക് ഒരു എലമെന്റ് കാണാൻ പറ്റും, നമ്മുടെ കൊബാൾട്ട്. ഈ ഒരു വിറ്റാമിൻ B12 നല്ല രീതിയിൽ ബോഡിയിൽ ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു എലമെന്റ് വേണം. അതാരാണ്? കൊബാൾട്ട്. കൊബാൾട്ട് ഉണ്ടെങ്കിലേ വിറ്റാമിൻ B12 നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആവത്തുള്ളൂ. ഓക്കെ. ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് വരുന്നതാണ് പെർണീഷ്യസ് അനീമിയ. ഇപ്പം നമ്മുടെ ബോഡിയിൽ RBC ഉണ്ടാവണമെങ്കിൽ വിറ്റാമിൻ B12 നമുക്ക് അത്യാവശ്യമാണ്. വിറ്റാമിൻ B12 ഇല്ലെന്ന് വിചാരിക്കുക, നമ്മുടെ ബോഡിക്ക് RBC ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം RBCയുടെ എണ്ണം കുറയും, വീണ്ടും നമ്മൾ അനീമിക് ആവും. അതാണ് പെർണീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് ഇത്രയുമാണ് നമ്മുടെ ബോഡിയിലുള്ള വിറ്റാമിൻസ് എന്ന് പറയുന്നത്. അവരുടെ കെമിക്കൽ നെയിമും അവരുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത് അത് ഓർത്തിരിക്കുക. ഇനി ഏതെങ്കിലും വിറ്റാമിൻസ് എന്തെങ്കിലും സ്പെഷ്യൽ, ഇപ്പോൾ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് അതാരാണ്? വിറ്റാമിൻ E ആണ്. അല്ലെങ്കിൽ സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് അത് ആരാണ്? വിറ്റാമിൻ D ആണ്. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഓർത്തിരിക്കുക. പിന്നെ കൃത്യമായിട്ട് അസുഖവും കെമിക്കൽ നെയിമും ഓർത്തിരിക്കുക. ഓക്കെ. ഇത് ഇത്രയുമാണ് നമ്മുടെ ബോഡിയിലുള്ള വിറ്റാമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി മുന്നത്തെ നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ കണ്ട് പഠിക്കുക. ഓക്കെ. അപ്പം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പം ഹാപ്പി ലേണിംഗ്. ഓക്കെ. താങ്ക് യു.